50,000 സ്ക്വയർ ഫീറ്റിൽ ബിജെപി സംസ്ഥാന കാര്യാലയത്തിന് പടുകൂറ്റൻ മന്ദിരം. തിരുവനന്തപുരത്ത് മാരാർജി ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ ആസ്ഥാനമായി പുതിയ മന്ദിരം ഉയരുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം തമ്പാനൂരിൽ മാരാർജി ഭവൻ പഴയ നിർമ്മിതി അതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിപുലമായ രീതിയിൽ പാർട്ടി ഓഫീസ് തയ്യാറാവുന്നത്. എന്നത്തേക്കാണ് ഉദ്ഘാടനം? എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? മാരാർജിയുടെ പേരിൽ അറിയപ്പെടുന്ന ബിജെപിയുടെ പുതിയ ആസ്ഥാനം ഫെബ്രുവരി 13-നാണ് ഔപചാരികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ ഓഫീസിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്തും ഈ നിർമ്മാണത്തിന്റെ തുടക്ക സമയത്ത് കല്ലിടുന്നതും ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അമിത്ഷാജിയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. വളരെ എല്ലാ സൗകര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഓഫീസ് രൂപമെടുക്കുന്നത്. ആർക്കിടെക്ട് BR അജിത്താണ് അതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. PRS ആണ് അവരുടെ നിർമ്മാതാക്കൾ. കേരള തനിമയിലാണ് ഈ ബിൽഡിംഗ്, ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഗ്രീൻ ബിൽഡിംഗാണ്. അതായത് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനമാണ് ഈ കെട്ടിടത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 20 കൽത്തൂണുകളാണ് ഈ കെട്ടിടത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ കേരളീയ വാസ്തുശില്പം അനുസരിച്ചിട്ടാണ്, കേരളത്തിന്റെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ് ഈ കെട്ടിടം ചെയ്തിട്ടുള്ളത്. മേൽക്കൂരയാണ്, മുഖപ്പുകളാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൃഷ്ടി. പരമാവധി തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ഒരു കേരളീയ തനിമയിലാണ് ഈ ഒരു പ്രകൃതി സൗഹൃദ കെട്ടിടമാണ് ഇവിടെ രൂപമെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ സംവിധാനവും ബിജെപിയുടെ പ്രവർത്തനത്തിന്റെ, കേരളത്തിന്റെ BJP പ്രവർത്തകരുടെ ചിരകാല അഭിലാഷമാണ് ഇവിടെ പൂർത്തിയാവുന്നത്. ഞങ്ങൾക്കെല്ലാം, കേരളത്തിന്റെ BJP പ്രവർത്തകർക്കെല്ലാം വളരെ സന്തോഷകരവും ആനന്ദകരവുമാകുന്ന നിമിഷമാണ് ഫെബ്രുവരി 13. ബഹുമാന്യനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ ഉദ്ഘാടനം ചെയ്യും. ഈ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളിലൊക്കെ നടക്കുന്നത്. എല്ലാം വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്നു. എത്ര നിലകളിലാണ്? നമ്മളിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് വന്നപ്പോൾ കണ്ടിരുന്നു, അവിടെ പൊതുജനങ്ങൾക്ക് വരാനും അവിടെ സേവനങ്ങൾ നൽകുന്നതിനും പ്രത്യേക കൗണ്ടർ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെയും അവരോട് വിവരിക്കുന്നതിനും അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ കണ്ടിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ഈ ഓഫീസ് വഴി നൽകുന്ന സേവനങ്ങൾ? എത്ര നിലകളിലായാണ് ഇതുള്ളത്? പൊതുജനങ്ങൾക്കായിട്ടുള്ള സഹായം ഈ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു പൊതുപ്രവർത്തന കേന്ദ്രമായിട്ടാണ് ഈ ഓഫീസ് അങ്ങേയറ്റം പ്രയോജനപ്പെടുക. ഇതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനം BJPയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിനായിട്ട് പ്രത്യേക സംവിധാനം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് എളുപ്പം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പുതിയ ഓഫീസിൽ ഞങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനം. എത്ര നിലകളിലാണ്? ഇപ്പോൾ നമുക്ക് 5 നിലകളിലാണ് നമ്മുടെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2 ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടെ 7 ഫ്ലോറുകളാണ്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മീഡിയ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളതും എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റിലാണ്? 60,000 സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിംഗിന്റെ വിസ്താരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള തനിമയിൽ തന്നെയാണ്, പൂർണ്ണമായും ഒരു കേരള തനിമയിലാണ്. ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയിട്ട് തന്നെയായിരിക്കും BJPയുടെ പുതിയ സംസ്ഥാന ആസ്ഥാനം അറിയപ്പെടുക. നേരത്തെ നമ്മുടെ വികാസ് ഭവനിലെ ഓഫീസ് തുറന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രിക്കുള്ള ഓഫീസ് റൂം തുറന്നിരുന്നു. കാരണം BJP വിദൂര ഭാവിയിലെങ്കിലും അങ്ങനെ ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ പ്രധാനമന്ത്രിക്കുള്ള റൂം ഉണ്ടാകുമോ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂമുകൾ ഉണ്ടാകുമോ? BJPയുടെ എല്ലാ നേതാക്കന്മാർക്കും ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്ന രീതിയിലാണ് BJPയുടെ സംസ്ഥാന ഓഫീസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഉണ്ടായതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയായി ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി ഇവിടെ വരും, തീർച്ചയായിട്ടും വരും. മറ്റ് മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതെല്ലാം തന്നെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ ഇനി? തീർച്ചയായിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ
പ്രവർത്തന കേന്ദ്രവും നമ്മുടെ ഈ ഓഫീസ് തന്നെയായിരിക്കും. ഞങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മാറുകയാണ് പുതിയ ഓഫീസ്. ശ്രീ ശിവൻകുട്ടിയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അതായിരുന്നാലും പുതിയ ഓഫീസ് വരുമ്പോൾ എല്ലാ ആശംസകളും. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സമൂഹ